ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൻ്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ കാവ്യ ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അർജുൻ്റെ നേരെ നീട്ടി പറയുന്നുണ്ട്, ഞാൻ നിന്നെ എത്രമാത്രം പ്രണയിച്ചതാണ്. ആ സമയത്ത് നിനക്ക് പ്രണയം ഇവളോട്, ഈ അഡ്വക്കേറ്റ് അഞ്ജലിയോട്, നിന്റെ അടുത്ത ഒടുക്കത്തെ പെണ്ണുമ്പോഴുടെ ഒടുക്കത്തെ പ്രണയം എന്നൊക്കെ പറയാണ്. ഇല്ലടാ, എനിക്ക് കിട്ടാത്തതൊന്നും ഈ അഡ്വക്കേറ്റ് അഞ്ജലിക്കും കിട്ടണ്ട. ശരിക്കും പറഞ്ഞാൽ മരിക്കേണ്ടത് ഞാനല്ല, നീയാണ്. അഞ്ജലിയല്ല, നീയാണ് മരിക്കേണ്ടത്. നിന്നെ അങ്ങനെ ആർക്കും കിട്ടണ്ട. കാവ്യക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടണ്ട എന്ന് പറഞ്ഞിട്ട് കത്തി എടുത്ത് നേരെ അർജുനെ കുത്താൻ വേണ്ടി പോകുമ്പോഴേക്കും അർജുൻ കാവ്യയുടെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കോട്ടെ. കാവ്യ എന്താ നീ കാണിക്കണത്? കാവ്യ വിട്, എന്റെ കയ്യിൽ നിന്ന് വിട്, ഞാൻ നിന്നെ കൊല്ലോടാ എന്നൊക്കെ പറഞ്ഞ ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കാവ്യ നീ എന്താ മോളെ കാണിക്കണത്? കാവ്യ മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇല്ല, എനിക്ക് ഇവനെ ഇല്ലാതാക്കണം, ഇവനെ ആർക്കും കിട്ടണ്ട, എനിക്ക് കിട്ടാത്തവനെ ആർക്കും കിട്ടണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ കുറിപ്പ് വരുന്നുണ്ട്. മോളെ കാവ്യ നീ എന്തേ കാണിക്കണത് എന്ന് പറയണേ. അച്ഛൻ പറഞ്ഞത് നീ ഒന്ന് കേക്ക്. വേണ്ട, ആരും ഒന്നും പറയണ്ട, ആരും ഒന്നും പറയും വേണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. കാവ്യ മോളെ ഞാൻ പറയണ നീ ഒന്ന് കേക്കടി എന്ന് പറഞ്ഞിട്ട് കാവ്യനെ പിടിച്ച് മാറ്റാണ് ചെയ്യണത്. ആ സമയത്ത് കാവ്യ ആ കത്തി എടുത്ത് കാവ്യയുടെ നേരെ തന്നെ ചൂണ്ടുവാണ്. മരിക്കും ഞാൻ, നിങ്ങളുടെ എല്ലായിടം ചാവും ഞാൻ എന്ന് പറഞ്ഞിട്ട് കുറിപ്പ് മോളെ ഞാൻ പറയണത് കേക്ക്. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വന്ന അച്ഛനാണെന്ന് പോലും ഞാൻ നോക്കില്ല, കുത്തിക്കളയും ഞാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും കാവ്യയുടെ ആ ഒരു ഭ്രാന്ത് കാണുമ്പോൾ കുറിപ്പ് മുഖത്ത് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. ആ അടി കിട്ടുന്ന കാവ്യ വേഗം തന്നെ നിലത്ത് തല കറങ്ങി വീഴാണ്. പിന്നീട് ഫിക്സ് വന്ന പോലെ ഇങ്ങനെ കയ്യും കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫിക്സ് വന്ന പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ആവട്ടെ. അയ്യോ കാവ്യ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എല്ലാവരും കാവ്യയുടെ പുറകിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് അഞ്ജലി ആണെങ്കിൽ ഇതെല്ലാം കട്ട് വിഷമിച്ചിട്ട് വേഗം തന്നെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോവാണ് ചെയ്യണത്. റൂമിലെത്തിയ അഞ്ജലി കരഞ്ഞുകൊണ്ട് ആ ബെഡിൽ അങ്ങനെ റൂം അടച്ചിട്ട് ബെഡിൽ അങ്ങനെ തന്നെ കിടന്നുറങ്ങുവാണ് ചെയ്യണത് കേട്ടോ. ആ സമയത്ത് കാവ്യ എടുത്ത് എല്ലാവരും കാവ്യ മോളെ, കാവ്യ എഴുന്നേക്ക് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മാറി മാറി പറയുന്നുണ്ടെങ്കിലും കാവ്യ ഫിക്സ് വന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സേതുവിനെയാണ്. സേതു ആണെങ്കിൽ ഈ കുറുപ്പേട്ടിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ, എവിടെ പോയി, എത്ര നേരം പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കെ അവിടേക്ക് കാർത്തിക് വരുവാ കേട്ടോ. ആഹാ, അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തു പറ്റി, അച്ഛൻ പുറത്തു പോയിട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് നിൽക്കുമ്പോഴേക്കും സേതു ചോദിക്കണ്ട്, എന്താടാ നീ മദ്യപിച്ചിട്ടുണ്ടോ? ആ, ഒരെണ്ണം ചെറുത്, പിന്നെ രണ്ടെണ്ണം വലുത്, വീണ്ടും ഒരെണ്ണം ചെറുത്. നീ ഇങ്ങനെ തല കുടിച്ച് നടന്നോടാ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണെന്ന് നിനക്കറിയാവോ? ഇവിടെ എന്ത് സംഭവിച്ചു? കാവ്യ ഭ്രാന്ത് പിടിച്ച ഒരു കത്തിയായിട്ട് ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. എവിടേക്ക്? ശംഖുചക്രത്തിലേക്ക്. അവിടെ അർജുനെ കൊല്ലോന്ന് പറഞ്ഞിട്ട്. അർജുന്റെ കല്യാണം കഴിഞ്ഞത് എന്ത്? അർജുന്റെ കല്യാണം കഴിഞ്ഞോ? അമ്മ എന്തൊക്കെയാ പറയണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കത്തന്നെ അവിടേക്ക് കുറുപ്പും കാവ്യയും കൂടി തിരിച്ചു വരുവാ കേട്ടോ. കുറുപ്പ് കാവ്യനെ പിടിച്ചോണ്ട് വരുന്നുണ്ട്. മോളെ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. സേതു ഇവളൊന്ന് കൊണ്ടു കിടത്തി ഉറക്ക്. വേണ്ട, എന്നെ ആരും ഉറക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാവ്യ ഇവിടെ സോഫയിൽ ഇരിക്കുക കേട്ടോ. കാർത്തിക് ചോദിക്കണ്ട, എന്താ അച്ഛാ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ ഒന്നും പറയണ്ട, ഞാൻ അവിടെ പോയപ്പോഴേക്കും ഇവള് കത്തിയായിട്ട് അർജുനെ കുത്താൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഞാൻ കുറെ പറഞ്ഞു, ഇവള് കത്തി നിലത്തിട്ടില്ല, പിന്നെ എനിക്ക് എന്റെ കൊച്ചിനെ എല്ലാവരുടെ മുമ്പിൽ അടിക്കേണ്ടി വന്നൂടി എന്ന് പറയണം. അയ്യോ എന്റെ പൊന്നു മോളെ. സേതു ചോദിക്കണ്ട, എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്ത് ചെയ്യാനാ, അടിക്കാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ ഒരു സൈക്കോ പോലെയാ ഇവള് പെരുമാറുന്നുണ്ടായത്. അതുകൊണ്ടാ ഞാൻ എന്റെ പൊന്നു മോളെ അടിച്ചത്. കാവ്യ മോളെ നീ റെസ്റ്റ് എടുക്ക്, പോ. വേണ്ട, എനിക്കൊരു സമാധാനമില്ല, എല്ലാരും കൂടി എന്നെ ഈ അവസ്ഥയിലാക്കിയപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ എന്ന് പറഞ്ഞിട്ട് കാവ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ ദേഷ്യത്തിൽ പോകുവാട്ടോ. തൊട്ടു പിന്നാലെ സേതുവും പോകുന്നുണ്ട്. കാർത്തിക് കുറുപ്പിനോട് ചോദിക്കണ്ട്, അച്ഛാ അപ്പൊ അവസാനം അവൻ നമ്മുടെ കാവ്യനെ തേച്ചു അല്ലേ? അതേടാ. എന്നാ അച്ഛൻ നോക്കിക്കോ, നമ്മുടെ കാവ്യയുടെ കണ്ണീര് കണ്ടിട്ട് ശംഖുചക്രത്തിൽ ആരും സന്തോഷമായിട്ടിരിക്കണ്ട, ശംഖുചക്രത്തിൽ ആരും സന്തോഷിക്കണ്ട. അവര് മുഖത്ത് ഇനി ഒരിക്കലും ചിരി വരാൻ പാടില്ല. അതിന് എന്ത് വേണോന്നുള്ളത് എനിക്കറിയാം. നമ്മുടെ കാവ്യനെ കരയിപ്പിച്ച് അവിടെ ആരും സന്തോഷിക്കണ്ട അച്ഛാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക് വേഗം തന്നെ റൂമിലേക്ക് പോകുന്നു കേട്ടോ. അത് കേട്ട് ശരിയാണെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ കുറുപ്പും. പിന്നീട് കാണിക്കാൻ രാവിലെ തന്നെ ഇന്ദിരേനെയാണ്. ഇന്ദിര 2 പാക്കറ്റ് പാലും മേടിച്ചുകൊണ്ട് വരുവാണ്. പിറുപിറുത്തോണ്ട് വരുന്നുണ്ടോ, നാട്ടുകാർക്ക് എന്തൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിലാണ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് ആ പാല് ശ്യാമളക്ക് നേരെ നീട്ടിയിട്ട് പറയണം, പാലുണ്ടാക്കി കുച്ചുകയോ കാച്ചുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതെന്താടി ഇന്ദിരെ, ഇവിടെ പാലുണ്ടാക്കിയാലും ചായ ഉണ്ടാക്കിയാലും നീ കുടിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കോ കുടിച്ച പോലെയായി ഇപ്പൊ പുറത്തു പോയിട്ട് നാട്ടുകാരുടെ വായിരിക്കണ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട്. നാട്ടുകാരെന്തോ പറഞ്ഞുകൂടി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇനി എന്ത് പറയണം?
നാട്ടുകാരുടെ ഒരു ചോദ്യങ്ങൾ. മൂത്തവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് 1.5 വർഷം മുമ്പാണ്. ദേ ഇപ്പൊ രണ്ടാമത്തവൾ ഇറങ്ങിപ്പോയി, ഇനി മൂന്നാമത്തവൾ എപ്പ ഇറങ്ങിപ്പോകുമെന്ന അവർക്കറിയേണ്ടത്. ഷോ ഇവിടെ നിന്നിട്ട് എന്റെ മോളുടെ ജീവിതവും കൂടി വഴിയാതാരായി പോകുന്ന എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്യാമള ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? വേറെ ആര്? ആ രമണി, ആ കുശുമ്പും കുഞ്ഞാവയും പറയുന്ന രമണി. അവള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലേ അവള് എന്റെ വായിരിക്കണം നല്ലത് കേട്ടാനെ എന്റെ മുഖത്ത് നോക്കിയാലേ അപ്പുറത്തെ ശാരദേച്ചിരുത്താ പറഞ്ഞത്. അവർക്കിപ്പൊ സംസാര വിഷയം ഇത് തന്നെയാണെന്ന്. ഇവിടെ നോറ്റി പോയല്ലോ കുഞ്ചലി. അവൾക്ക് പോയ വഴിക്ക് അങ്ങോട്ട് പോവാം, ദുഷ്പേര് കേൾക്കണത് വീട്ടുകാരാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇത് കേട്ടുകൊണ്ട് ശിവരാമൻ അവിടേക്ക് വരുന്നുണ്ട്. അതെ, ഇവിടെ ആരെയും നിർബന്ധിച്ച് പിടിച്ച് നിർത്തുന്നില്ല. ഈ അഞ്ജലി കാരണം നിനക്കും നിന്റെ മോൾക്കും ദുഷ്പേരുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, രണ്ട് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കോ. അയ്യോ ശിവരാമേട്ടൻ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്ക് മലയാളം കേട്ടാലേ മനസ്സിലാകും. അഞ്ജലി എന്ന് പറഞ്ഞ വിഷയം നമ്മളെല്ലാവരും സംസാരിച്ച് തീർന്നൊരു വിഷയമാണ്. നാട്ടുകാരങ്ങനെ പലതും പറയും, നമുക്ക് നാട്ടുകാരുടെ വായടയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അത് കേട്ടിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീട്ടിൽ നിന്ന് പോവാം. ഞാൻ ഈ പറഞ്ഞതേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ശ്യാമള കേൾക്കാനും കൂടിയിട്ടാണ്. അല്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവരാമൻ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോവാട്ടോ. ശ്യാമളയും ദേഷ്യത്തിൽ അവിടെ എഴുന്നേൽക്കുമ്പോഴേക്കും ഇന്ത്യ പറഞ്ഞിട്ട്, ശ്യാമളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലോ എന്ന് പറയുമ്പോൾ ശ്യാമള ഒന്നും മിണ്ടാതെ ഇന്ദിര ഒന്ന് അടിമുടി നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോവാണ്. ഇന്ദിര മനസ്സ് വിചാരിക്കേണ്ടോ, ഈശ്വര വെളുക്കാൻ തെച്ചത് പാണ്ടായ പോലെ ആയല്ലോ എന്നിങ്ങനെ പറയാട്ടോ മനസ്സില്. പിന്നീട് കാണിക്കുന്ന അർജുനെയാണ്. അർജുൻ രാത്രി അവിടെ തന്നെ സോഫയിലാട്ടോ കിടന്നുറങ്ങിയത്. അത് കണ്ടുകൊണ്ട് നമ്മുടെ എന്താണ് ഗോവിന്ദനും ഭാര്യയും കൂടി അവിടേക്ക് വരുന്നത്. ഈശ്വര ഇവൻ ഇന്നലെ സോഫയിലാണ് കിടന്നുറങ്ങിയത് എന്ന് അവരും ഇങ്ങനെ വിചാരിക്കുകയാണ്. പെട്ടെന്ന് അർജുനൊരു മൊബൈലിൽ ഒരു കോള് വരുവാണ്. ഹലോ, എപ്പോ, എങ്ങനെ? എന്റെ ഏട്ടാ, അതിനു വേണ്ടി നമ്മൾ 2.5 ലക്ഷം രൂപയുടെ ഒരു മെഷീൻ കൊണ്ടുപോയി വെച്ചത്, എന്നിട്ടും പന്നി കയറിയോ? ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറയാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ അവിടേക്ക് വരുന്നുണ്ട്. ഏട്ടാ, നീ എന്താണ് ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നത്? ഇന്നലെ ഞാനും പിള്ളേരും കൂടി ചേർന്ന് നിനക്കൊരു മണിയർ ഒരുക്കിയിട്ടുണ്ടായിരുന്നല്ലോ, നീ അവിടെയല്ലേ കിടന്നുറങ്ങിയത്? എന്റെ വല്യച്ഛ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോണം. എടാ, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്, എനിക്കൊന്നും കേൾക്കാൻ സമയമില്ല. നോക്ക്, ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന സ്ഥലത്തെ ഇന്ന് പന്നി കയറി എന്നാ പറയണത്. ഞാൻ വെച്ച എല്ലാ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും എന്നൊക്കെ പറയുമ്പോ, നീ ഞാൻ പറഞ്ഞൊന്ന് കേക്ക്, ഇന്നലെ പന്നി തിന്നു, ഇനി അതിനെ പുറത്തെടുക്കാൻ പറ്റുമൊന്നും ഇല്ലല്ലോ. നീ ഇന്നലെ എന്തിനാ ഇവിടെ കിടന്നത്? അപ്പൊ നീ റൂമിലേക്ക് പോയില്ലേ? ഞാൻ എന്തിനാ ചെറിയ റൂമിലേക്ക് പോകുന്നത്? ഇന്നലെ അത്രമാത്രം പ്രശ്നങ്ങളാണല്ലോ ഇവിടെ ഉണ്ടായത്. ഇളയച്ചൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കാവ്യക്കാട്ട് ആട്ടക്കലാശം കഴിഞ്ഞപ്പോ ഇനി അഞ്ജലി ആട്ടക്കലാശം കാണാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് റൂമിൽ പോയി അഞ്ജലിനെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. ഞാൻ ഇവിടെ തന്നെ ഇങ്ങോട്ട് കിടന്നുറങ്ങി. പറഞ്ഞിരിക്കാൻ സമയമില്ല, എനിക്ക് പോണം എന്ന് പറഞ്ഞിട്ട് അർജുൻ വേഗം തന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും രമ്യ പറയണ്ടേ, എടാ ഈ തലേണയും പുതപ്പൊക്കെ എടുത്തോട്ട് പോടാ എന്ന് പറയുമ്പോഴേക്കും, എളിമ എനിക്ക് ഒട്ടും സമയമില്ല, എളിമ തന്നെ അത് എടുത്തു വെക്കും. ഈ ചെക്കൻ്റെ ഒരു കാര്യം എന്ന് പറയാണ്. ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് നമ്മുടെ അനുപമ ഒരു മൂലയ്ക്ക് നിൽക്കണ്ടോ. അർജുനെ, നിന്റെ തോട്ടത്തിൽ ഇന്ന് പന്നിയല്ലേ കേറിയുള്ളൂ, നിന്റെ ജീവിതത്തിൽ ആന കേറി. കാവ്യാന്ന മധയാന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുപമ ഇങ്ങനെ പുച്ഛത്തോടെ ചിരിക്കുകയാണ്. ഇന്നലെ മധയാനിനെ ഇറക്കിയത് ഞാനാണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ഇറക്കും. കാവ്യ ജീവനോടുള്ള സമയത്ത് നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല അർജുനെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന അനുപമയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.